Which cream do you use? ഞാനൊരു കോസ്ട്രക്സിന്റെ ഒരു സ്നെയിൽ മ്യൂസിൻ എനിക്ക് എന്റെ സ്കിൻ ഇത്തിരി സെൻസിറ്റീവ് ആണ്. അപ്പോൾ പെട്ടെന്ന് വിഷമോ. ഈ ഒരു വീഡിയോ എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും. കാരണം ടോവിനോ ഈ പ്രൊഡക്റ്റിനെ പറ്റി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം വൈറലാണ്. കോസ്റെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ 92 ക്രീം എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. സോ എന്താണെങ്കിലും ഈ ഒരു സാധനം വൈറലായപ്പോൾ തന്നെ ഞാൻ ആദ്യമേ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓഡിയൻസിനോട്, സെലിബ്രിറ്റി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പോയി കണ്ണും പൂട്ടി വാങ്ങുന്നതിന് പകരം കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു സെലിബ്രിറ്റി ഉപയോഗിച്ച പ്രോഡക്റ്റ് പോയി വാങ്ങുന്നതിന് പകരം നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന പ്രോഡക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണെങ്കിലും ഗൈസ്, ഇതിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് വീഡിയോ കാണുന്ന എല്ലാവരോടും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒത്തിരി വലിയൊരു കെമിസ്ട്രി ക്ലാസ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്ത് പോയേക്കാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എന്താണെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ പ്രോഡക്റ്റ് എന്താണ് ചെയ്യുക എന്ന് അറിയാനായിരിക്കും ക്യൂരിയോസിറ്റി. സോ ഈ പ്രോഡക്റ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് പരത്തിയിട്ടുണ്ടെങ്കിലും, കാരണം ഭയങ്കര ഹൈപ്പ് കുറേ പേര് കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആ ഹൈപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതെന്താണ് ആക്ച്വലി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ഹൈഡ്രേഷനും അതേപോലെ ഒരു ബാരിയർ റിപ്പയറും ചെയ്യാനുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ. ഈ ക്രീമിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേര് പോലെ തന്നെ സ്നെയിൽ മ്യൂസിൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സോ അതേപോലെ തന്നെ ഇത് 92% സ്നെയിൽ മ്യൂസിൻ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സ്നെയിൽ മ്യൂസിൻ എന്നൊക്കെ ഉള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര എന്തോ ഒരു മാജിക്കൽ പ്രോഡക്റ്റ് ആണ് എന്ന് കരുതരുത്. മറിച്ച് ഒരു സ്നെയിൽ മ്യൂസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ സാധനം തന്നെയാണ് മെയിൻ. ഹൈഡ്രേഷൻ ആണ് മെയിൻ. പക്ഷേങ്കിൽ ഈ സ്നെയിൽ മ്യൂസിൻ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ സഹായിക്കും. അതായത് ഹൈഡ്രേഷൻ നല്ലതുപോലെ സാധാരണ മോയ്സ്ചറൈസറുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറേം കൂടെ നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്നെയിൽ മ്യൂസിൻ. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഡ്രൈനെസ് കുറയ്ക്കാനും പിന്നെ നിങ്ങളുടെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കാമാക്കാൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്നെയിൽ മ്യൂസിൻ. സോ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണ്, ടൈറ്റ് ആണ്, ഈ ഡീഹൈഡ്രേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണെന്നൊക്കെ തോന്നുന്നവർക്ക് ഈ ക്രീം നല്ലൊരു സാധനമായിരിക്കും. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. മെയിൻ ആയിട്ട് ഫ്രാഗ്രൻസ് ഫ്രീ ആണത്. പിന്നെ സൂത്തിങ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. സോ ഓവറോൾ ഈ പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെ പ്രൊഡക്റ്റ് എടുക്കുന്ന പണികളും അഥവാ പ്രോഡക്റ്റിന് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി ഹൈപ്പുകൾ പറയുന്നുണ്ട്. ഇതൊരു മാജിക്കൽ ആക്നെ സ്കാർ റിമൂവർ ആണെന്ന് പറയുന്നുണ്ട്. ഇത് ഉപയോഗിച്ച ഓവർനൈറ്റ് നമുക്ക് ഗ്ലാസ് സ്കിന്ന് കിട്ടുമെന്ന് പറഞ്ഞ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റനിങ് ക്രീം ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഗൈസ്, ഉള്ളത് പറയാലോ, ജെന്യുവൻ ആയിട്ട് അങ്ങനത്തെ യാതൊന്നും ഈ പ്രോഡക്റ്റിന് ചെയ്യാൻ പറ്റില്ല. ഈ പ്രോഡക്റ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഒരു ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ അല്ലെങ്കിൽ ടോവിനോനെ പോലെയൊക്കെ ഒരു ഭയങ്കര ചേഞ്ച് പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ, ഓവർനൈറ്റ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ മക്കളെ പ്ലീസ്, നിങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവുള്ളൂ. അതൊന്നും ഈ പ്രോഡക്റ്റിന് തരാൻ പറ്റത്തില്ല. പ്രോഡക്റ്റിനെ പറ്റി എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പ്രോഡക്റ്റ് ആർക്ക് ഉപയോഗിക്കാം, ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റാത്ത കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ്. സെൻസിറ്റീവ് സ്കിന്നുകാർ, ടോവിനോ ഓൾറെഡി ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ട് എനിക്കത് സെറ്റ് ആയെന്ന്. സോ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നല്ലതാണ്. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്ന് ഡാമേജ്ഡ് ആണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, അതായത് ഈ റെക്ടിനാളൊക്കെ ഉപയോഗിച്ചിട്ട് അതേപോലെ ഓവർ എക്സ്പോളിയേഷൻ മൂലമൊക്കെ ഡാമേജ്ഡ് ആണ് എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. സോ നോർമൽ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ചോയ്സ് ആണ്, ബട്ട് നോട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് കാര്യം മറ്റൊന്നുമല്ല, ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് 50% ആൾക്കാർ ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ 50% നോർമൽ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർ കേട്ടോ, ഇത് അവർക്ക് സ്യൂട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് വരെ ഒത്തിരി പേര് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി പേർക്കും സ്റ്റിക്കിയാണ്, ഗ്രീസിയാണ്, ഹെവി ആണെന്നുള്ള കംപ്ലൈന്റുകളും പറയുന്നുണ്ട്. ഒരു നോർമൽ കോമ്പിനേഷൻ സ്കിന്നുകാരാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ബെറ്റർ ഞാനൊരു സജഷൻ തരാം. രാത്രി ഉപയോഗിച്ച് നോക്കുക. രാത്രികളിൽ ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് അത് ഫേസുമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. കാരണം ഇത് ഇച്ചിരി ഹെവിയാണ്, ഇത് ഇച്ചിരി ക്രീമിയാണ്, ഭയങ്കര സ്റ്റിക്കിയാണ്. സോ ഇത് നിങ്ങൾക്ക് രാവിലെയൊക്കെ ഇട്ടിട്ട് പോകുന്ന നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് വെച്ചിട്ട് ഒരു ഭയങ്കര ഗ്രീസ് ഒഴിച്ച മട്ടായി പോവായിരിക്കാം. സോ അങ്ങനെ ആവാത്തവരുണ്ട് കേട്ടോ, ആയേക്കാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി ട്രൈ ചെയ്യുക. എന്നിട്ട് സെറ്റ് ആവുമെന്ന് തോന്നിയാൽ മാത്രം രാവിലെയും കൂടെ യൂസ് ചെയ്യുക. ഓക്കെ, ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, ആരാണ് ഇത് ഒഴിവാക്കേണ്ടത്? അതായത് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, സ്കിൻ ടൈപ്പുകാർ ആരാണ്? അത് ഞാൻ. അതെ ഗൈസ്, എന്നെ പോലെ ഓയിലി ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുകാരെ സംബന്ധിച്ച് ഈ സാധനം യൂസ് ചെയ്താൽ നടപടി ആവത്തില്ല. ബസ് ഇത് നല്ല ഹെവിയാണ്, ഗ്രീസിയാണ്, സ്റ്റിക്കിയാണ്. ഓയിലി സ്കിന്നുകാരെ സംബന്ധിച്ച് നല്ലതുപോലെ, ഇപ്പൊ എന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്രീം, നമ്മുടെ ഒരു മോയ്സ്ചറൈസേഴ്സ് ഇപ്പം എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്കത് ഫീൽ ചെയ്യും. ലൈക്ക് ആ ഒരു ഹെവിനെസ് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് അപ്പം തന്നെ കുരു വരും. അതങ്ങനെയാണ്, ഞാൻ യൂസ് ചെയ്താൽ നന്നായിട്ട് കുരു വരും. സോ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഹെവി ആയിട്ടുള്ള ക്രീമുകൾ
ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ട് ആവാറില്ല, സ്യൂട്ട് ആയിട്ടുമില്ല. ഇതിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഓയിലി സ്കിന്നുകാരായിട്ടുള്ള ആൾക്കാരുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായത് ഒരു 20 പേര് ഉപയോഗിച്ചാൽ 1-2 പേർക്ക് ചിലപ്പം ഭയങ്കര റെയർ ആയിട്ട് സ്യൂട്ട് ആവാറുണ്ട്. ഓയിലി സ്കിന്നുകാർക്ക്, അല്ലാത്തവർക്ക് സ്യൂട്ട് ആവാറില്ല. സോ ഓയിലി സ്കിന്നുകാർക്ക് ട്രൈ ചെയ്യണോ ഈ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ, ഇതിലും നല്ല പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. സോ നിങ്ങൾ ഓയിലി സ്കിന്നുകാർ ഇതൊരു ട്രൈ ആക്കാൻ നിൽക്കേണ്ട. മീൻസ് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, രാത്രി ഉപയോഗിച്ച് നോക്കുക. ഭയങ്കര റെയർ ആയിട്ട് കുറച്ച് പേർക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. സോ അങ്ങനെ സ്യൂട്ട് ആവുന്നവരിൽ നിങ്ങളും വിടുവാണെങ്കിൽ സ്യൂട്ട് ആയിക്കോട്ടെ. അത് അത്രയും റിസ്ക് എടുത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്താ 1300 രൂപ എന്തോ പ്രീമിയം. സോ ഐ തിങ്ക് അതൊരു നല്ല ഓപ്ഷൻ അല്ല ഓയിലി സ്കിന്നുകാർക്ക്. നിങ്ങൾക്ക് വേറെയും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ സജഷനാണ്, നിങ്ങൾ ആ സജഷൻ കേൾക്കണം എന്നൊന്നും നിർബന്ധമില്ല. സോ ഫൈനലായിട്ട് ഈ പ്രോഡക്റ്റ് ഒരു മോശം പ്രോഡക്റ്റ് ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒരിക്കലും അല്ല, നല്ല കിടില ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷേങ്കിൽ ടോവിനോ പറഞ്ഞ പോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാര്, ഡ്രൈ സ്കിന്നുകാര്, ഡീഹൈഡ്രേറ്റഡ്, അതേപോലെ തന്നെ ബാരിയർ ഡാമേജ് ഒക്കെ സ്കിന്നിന് വന്നിട്ടുള്ളവര്, ഇങ്ങനത്തെവരെ സംബന്ധിച്ച് നല്ല കിടിലം പ്രോഡക്റ്റ് തന്നെയാണിത്. ബട്ട് ഇത് ആ ഒരു കാറ്റഗറിക്കാർക്ക് മാത്രമാണ് സ്യൂട്ടബിൾ, നോട്ട് ഫോർ എവറി സ്കിൻ. അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക. നോർമൽ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ട്രൈ ചെയ്യാം, ഒരു 50-50 ഓപ്ഷൻ ഉണ്ട്. ബട്ട് ബെറ്റർ ഓപ്ഷൻസ് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ പേഴ്സണൽ സജഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പൊ എന്താണെങ്കിലും ഞാൻ സ്യൂട്ട് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ, ഡ്രൈ സെൻസിറ്റീവ്, അങ്ങനെയുള്ള ആൾക്കാർ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ബട്ട് മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇതൊരു ഇപ്പം ടോവിനോ പറഞ്ഞത് ഇങ്ങനെ വൈറൽ ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. അതൊരു നല്ല ചോയ്സ് ആണ്, നല്ലൊരു ചോയ്സ് ആണ്, നോട്ട് ദ ബെസ്റ്റ് ചോയ്സ്. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഒരു ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റേറ്റ് ചെയ്യുന്നതല്ല, ഇതിന് ഒരു 8 സ്റ്റാർ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് എന്നാണ് മൊത്തത്തിലുള്ള സ്കിൻ കെയർ കമ്മ്യൂണിറ്റീസ് പറയുന്നത്. അതിനെപ്പറ്റിയും കൂടെ ലാസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാധനം സ്യൂട്ട് ആവത്തില്ല, എനിക്കൊരു ട്രൈ അടിച്ച് നോക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ സ്കിന്ന് റെഡിയാക്കി കൊണ്ടുവരുവാണ്. ഇപ്പം കുരുവൊന്നും ഇല്ല, എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. ഇപ്പൊ കുരുവൊന്നും ഇല്ലാത്തതിന്റെ കാരണം തന്നെ ഞാൻ അത്രയും കെയർ കൊടുക്കുന്നുണ്ടാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഓയിലി സ്കിന്നുകാരെ സംബന്ധിച്ച് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് എടുക്കുന്ന, അത് എന്നെ സംബന്ധിച്ചിട്ടോ. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് 2 ദിവസം മൊത്തം ഇതിന്റെ പുറകെ ഇരുന്നു. നല്ലതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, റെഡിറ്റ് അങ്ങനെയുള്ള നല്ല പ്ലാറ്റ്ഫോംസിൽ സ്കിൻ കെയർ കമ്മ്യൂണിറ്റീസുമായിട്ട് സംസാരിച്ച്, അതേപോലെ തന്നെ സ്കിൻ കെയറിന്റെ ഈ കമ്മ്യൂണിറ്റീസിൽ നമുക്ക് ജെന്യൂൻ റിവ്യൂ കിട്ടുന്ന സ്ഥലമുണ്ട് ഗൈസ്. അത് നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എവിടെ നിന്നാണ് ജെന്യൂൻ റിവ്യൂ കിട്ടുക. ഈ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് പേജിൽ പോയി ഒന്നും നോക്കിയാൽ കിട്ടില്ല. അതൊക്കെ ഇപ്പം ഈസിയാണ് ഫേക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടാൻ. ഈ ബ്രാൻഡിനെ പറ്റി അല്ലാട്ടോ പറയുന്നത്. ബട്ട് ഓവറോൾ ഫേക്ക് റിവ്യൂസ് ഒക്കെ കേട്ടാൻ ഈസി ആയി തുടങ്ങി ഈ കാലത്ത്. സോ ബെസ്റ്റ് റിവ്യൂസ് കിട്ടാൻ നമ്മൾ നന്നായിട്ട് ചെയ്യണം. അപ്പൊ നന്നായിട്ട് ചെകഞ്ഞ് കണ്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി, ഈ പ്രോഡക്റ്റിനെ പറ്റി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളോട് ഇത് വാങ്ങണമെന്നോ വാങ്ങണ്ടെന്നോ ഒന്നും ഞാൻ എൻ്റെ പേഴ്സണൽ സജഷൻസ് മാത്രം ഒരു സ്റ്റോറി ആയിട്ട് ഇവിടെ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങളോട് ആരോടും ഒരു കാര്യവും ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള, സ്യൂട്ട് ആവും എന്ന് തോന്നുന്ന സ്കിന്നുകാർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം. താല്പര്യമുള്ളവർ കയറി വാങ്ങിച്ചോട്ടോ. അപ്പം എന്താണെങ്കിൽ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിലിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.